മഹതിയായ ബീബി ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീബിയോട് ഒരു കൂട്ടം സ്വഹാബത്ത് വന്ന് ചോദിച്ചു, ആയിഷ ഉമ്മ, ദീവായ തങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടുത്തിയ ഒരു വിഷയം എന്താണെന്ന് പറയാമോ? ആയിഷ ഉമ്മ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ജീവിതം മുഴുവനും അത്ഭുതം തന്നെയായിരുന്നു, എന്നാലും പ്രത്യേകമായി നിങ്ങൾ ഓർക്കുന്ന ഒരു അത്ഭുതം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായതിനു ശേഷം 47 കൊല്ലം കഴിഞ്ഞിട്ട് വഫാത്തായ മഹദിയാണ് ആയിഷ. റസൂലുള്ളാഹി വഫാത്തായിട്ട് പിന്നെയും 47 കൊല്ലം. വഫാത്താവുന്ന സമയത്ത് ആയിഷ ഉമ്മക്ക് 87 വയസ്സായിരുന്നു. 87 വയസ്സ്. റസൂലുള്ളാഹിന്റെ ജീവിതത്തിലുള്ള പലതും പറയാനും അത് ഈ ഖിയാമത്ത് നാൾ വരെ വരുന്ന തലമുറക്ക് എത്തിച്ചു കൊടുക്കാനും സഹായിച്ച ഒരു ഉമ്മയാണ് ആയിഷ ഉമ്മ. ഇതൊക്കെ പറയാനുണ്ടാവും. പക്ഷെ ആയിഷ ഉമ്മാന്റെയും റസൂലുള്ളാഹിന്റെ ഇടയിൽ പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഖദീജ ബീവിയുടെയോ റസൂലുള്ളാഹിന്റെ ഇടയിൽ ഒരു പിണക്കവും ഉണ്ടായിട്ടില്ല. കൂടുതലായി ആയിഷ ഉമ്മക്ക് ഭയങ്കര ഇടങ്ങേറാക്കിയെന്നറിയോ? ഇടയ്ക്കിടെ ഖദീജന്റെ മതം പറയും റസൂലുള്ളാഹി, പെണ്ണിങ്ങൾക്ക് പിടിക്കാത്തെന്താ, പെണ്ണിങ് എന്ത് സഹിക്കും, നമ്മൾ വേറൊരു മംഗള നയിക്കുന്ന ചെല്ലി നോക്കി ചേർപ്പ വീട്ടും, എന്ത് പെണ്ണിങ്ങൾ വേഗം സഹിക്കും. രണ്ടാമതൊരു കെട്ടില്ലെന്ന് പറഞ്ഞാലോ അത് ഭയങ്കര പ്രയാസമായി പെണ്ണുങ്ങൾ. അപ്പോ ആയിഷ ഉമ്മാന്റെ മുന്നിൽ മുന്നത്തെ ഭാര്യന്റെ ഇങ്ങനെ മതി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോ ആയിഷ ഉമ്മക്ക് ഭയങ്കര ചൊടി വന്നിരുന്നു. പിണക്കങ്ങൾ പറഞ്ഞിട്ടുണ്ടായിട്ട് ഒരു ദിവസം പിണക്കുണ്ടായി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ആയിഷ ബീവിയുടെയും പിണക്ക്. അങ്ങനെ പിണക്കം വർദ്ധിച്ചു. അപ്പൊ അതിനെ മസ്ലഹത്താക്കണം, അതിനൊരു രാജയായിട്ട് തീർക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താക്കുന്ന ഒരു പശ്ചാത്തലിക ആക്കണം. എല്ലാ റസൂലുള്ളാഹി ഇവിടുത്തെ ഭാര്യമാരിൽ പഠിപ്പിക്കുന്നത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ചില കാര്യങ്ങളൊക്കെയും റസൂലുള്ളാഹിക്ക് ചെയ്യാൻ നിർബന്ധമായിരിക്കും. റസൂലുള്ളാഹിക്ക് ചെയ്യൽ നിർബന്ധമായിരിക്കും. സ്വന്തം ഉമ്മാന്റെ അനുജത്തിന്റെ മോളെ കെട്ട്, സ്വന്തം ഉമ്മാന്റെ ജ്യേഷ്ഠത്തിന്റെ മോളെ കെട്ട് പാടുണ്ടോ? പാടുണ്ടോ? പാടും. നല്ലതല്ല. പറ്റും. ജ്യേഷ്ഠത്തിന്റെ മോളെ കെട്ടാം, ഉമ്മാന്റെ ജ്യേഷ്ഠത്തിന്റെ മോളെ, അതായത് മൂത്താമാന്റെ മോളെ, ഏഴാമന്റെ മോളെ കെട്ടാം. പക്ഷെ നല്ലതല്ല. എന്ന് നല്ലതല്ല പറഞ്ഞാല് കുടുംബം വ്യാപിക്കൂല. ഇളമമ്പന്റെ കുടുംബല്ല, മൂത്തമ്മന്റെ കുടുംബല്ല, മകനെ കഴിഞ്ഞാൽ ഒരു കുടുംബം കൂടും. പുറത്ത് കെട്ടിയാലോ, പുറത്ത് കെട്ടിയ ഒരു കുടുംബം നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ റസൂലുള്ളാഹി ഞങ്ങൾ എളാമനെ പോലെ കെട്ടിയിട്ടുണ്ട്. സൈനബ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിക്ക് നിർബന്ധമാണ്. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, തെറ്റില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹിക്ക് ചെയ്യല് ചിലപ്പോൾ നിർബന്ധമായിരിക്കും. അപ്പൊ അതുപോലെ ആയിഷ ബീവിയുടെയും റസൂലുള്ളാഹി തങ്ങളുടെ ഇടയിലുള്ള പിണക്കങ്ങൾ ചിലപ്പോ അത് നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ടി വരും. അപ്പോ പിണക്കുണ്ടായി മസലത്തിന് വേണ്ടിയിട്ട് ആരെ വിളിപ്പിക്കോ? അപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, നിന്റെ ഉപ്പാനെ വിളിപ്പിച്ചാലോ? ഉപ്പാനാണ് ആയിഷ ഉമ്മാന്, ആയിഷ ഉമ്മാന്റെ ഉപ്പാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹുവിനെ വിളിപ്പിച്ചു. അങ്ങനെ ഉപ്പാനെ മുന്നിൽ തർക്കം തീർക്കാൻ. തർക്കം തീർക്കുന്നതിന് മുമ്പ് ആയിഷ ബീവി പറഞ്ഞു, റസൂലുള്ളാഹി ഞങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞു, ഉപ്പാനോട് ഉള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ, നമ്മുടെ ഇടയിൽ സംഭവിച്ചത് മാത്രമേ പറയാൻ പറ്റൂ. ആര്? ആയിഷ ഉമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വന്തം ഉപ്പാന്റെ മുന്നിൽ വെച്ച് പറഞ്ഞു. ആ പറയലോട് കൂടിയിട്ടുണ്ടല്ല റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് പ്രശ്നവും. ആരോടെ പറയുന്നത്? ജീവിതത്തിൽ കളവ് പറയാത്ത, പറയരുതെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആയിഷ പറഞ്ഞതാ. ഉപ്പാനോട് പറയുമ്പോ ആരുടെ പഞ്ചാധികാൻ ചിലപ്പോൾ ഇല്ലാത്തത് പറയും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പോ ഇപ്പത്തെ പഞ്ചാധികാരത് പെണ്ണിന്റെ പോലെ പറയും, ആണാണ്ട് പറയും. പെണ്ണിന്റെ വിഷയം കേൾക്കുമ്പോ പെണ്ണ് നേരുന്നു വിചാരിക്കും, ആന്റെ വിഷയം കേൾക്കുമ്പോയോ ആണ് പറഞ്ഞ നേരത്തെ. ഇപ്പൊ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലാണ്. അപ്പോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ആയിഷ ഉമ്മ പറഞ്ഞു, ഉള്ളത് മാത്രമേ പറയാൻ പറ്റൂ ഉപ്പനോട്. ആ പറയലോട് കൂടിയിട്ട് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രിയപ്പെട്ട മകളായ ബീബി ആയിഷയുടെ മോന്തക്ക് ഒറ്റ അടി കൊടുത്തുന്ന അടി കൊടുക്കലോട് കൂടിയിട്ട് മഹദിയായ ബീബി ആയിഷ റളിയല്ലാഹു അൻഹ ബോധം കെട്ട് വീണത് എവിടേക്ക? സ്വന്തം ഭർത്താവിന്റെ മടിയിലേക്ക്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിത്തട്ടിലേക്കാണ് വീണത്. ആ അടിയോട് കൂടി പ്രശ്നം പരിഹരിച്ചു രാജായി. കാരണം എന്താ? സിദ്ദീഖ് ഞങ്ങൾക്ക് റസൂലുള്ളാഹി ഞങ്ങളെ കുറിച്ചിട്ട് അരുതാത്തെന്ന് പറഞ്ഞാലും അത് സഹിക്കാത്ത നേതാവായിരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. കാരണം റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പുറമില്ല. ആ ഹബീബിനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടുണ്ടോ? ആ ഹബീബിനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടുണ്ടോ? ആ പറയലോട് കൂടിയിട്ട് ഉപ്പാക്ക് പിന്നെ മോളാണെന്ന് നോക്കില്ല, ഒറ്റ അടിയാണ്. ആയിഷ ഉമ്മാന്റെ മോന്തൊക്കെ ഒറ്റ അടിയാണ്. ആ അടിയോട് കൂടി ബോധം കേട്ട് വീണ് തെളിയുമ്പോ പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഭയങ്കര സ്നേഹത്തിലായി. പിണക്കം കഴിഞ്ഞു. ഇതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹദിയായ ബീബി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഇടയിലുള്ള ജീവിതം.
അത്രയും നല്ല ലോകത്തോട് പല പാഠങ്ങളും പഠിപ്പിച്ച ഭാര്യ ഭർത്താക്കളാണ് സയ്യിദ് റസൂലുള്ളാഹി തങ്ങളും ആയിഷ ബീവി പറഞ്ഞു, മറക്കാൻ പറ്റാത്ത ഒരു അത്ഭുതം, ഒരു രാത്രി, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു രാത്രി, ഉറങ്ങാത്ത ഒരു രാത്രിയായിരുന്നു. കിടക്കാതെ സുജൂദിൽ കിടന്നിട്ട് എന്നിട്ട് ദീർഘമായി പൊട്ടി കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ സുബഹി വരെ ഇരുന്ന ഒരു ദിവസമായിരുന്നു. എപ്പോഴും മദീനത്തെ പള്ളിയിൽ പങ്കുപിടിക്കാൻ വേണ്ടിയിട്ട് മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു കടന്നു വന്നാൽ മദീനത്തെ പള്ളിയിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു ഒറ്റക്ക് കിടക്കലില്ല. പിന്നെയോ മദീനത്തെ പള്ളിയും ആയിഷ ഉമ്മാന്റെ വീട്, റസൂലുള്ളാഹിന്റെ വീട്, ഇപ്പൊ റസൂൽ കിടക്കുന്ന ആ പരിശുദ്ധമായ ഖബർ ശരീഫുള്ള ആ സ്ഥലമാണ് റസൂലുള്ളാഹിന്റെ വീട്. എന്നാലും ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കർട്ടൻ ഇങ്ങനെ നീക്കി നോക്കുന്ന, റസൂലുള്ളാഹി നിങ്ങളെ വിളിക്കുന്ന വരുന്നത് വരെ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു കാത്തിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ റസൂലുള്ളാഹി നിങ്ങളെ നല്ലോണം സ്നേഹിച്ച മഹാനാണ്. ബിലാൽ തങ്ങൾ പറഞ്ഞിട്ട് മക്കക്കാരൊക്കെയും ബിലാലാകുന്ന എന്നെ കണ്ടത് എങ്ങനെയായിരുന്നു? ഒരു പന്ത് പോലെയായിരുന്നു. അങ്ങോട്ട് ചവിട്ടും എന്നെ ആക്രമിക്കാത്ത ആളുകളില്ല, മക്കാരായ ആളുകൾ എന്നെ ആക്രമിക്കാത്ത ആളുകളില്ല. എല്ലാം കൊണ്ടും എന്നെ വളരെ നിസ്സാരനായി, ഒരു അടിമയായി, കറുത്തവൻ എന്ന പേരിൽ എന്നെ നിസ്സാരനായി കണ്ട ആളുകളായിരുന്നു മക്കാർ മുഴുവൻ. പക്ഷേ ബിലാൽ റളിയല്ലാഹു പറഞ്ഞു, എന്റെ ഈ കറുത്ത ചുണ്ടിൽ ആദ്യമായി മുത്തം തന്ന ഒരു വ്യക്തിയുണ്ട്. കാലുകൊണ്ട് എന്നെ ചവിട്ടുമ്പോ, കൈ കൊണ്ട് അടിക്കുമ്പോ എന്റെ ഈ കറുത്ത കവളത്തിൽ ആദ്യമായി മുത്തം തന്ന ഒരു വ്യക്തിയുണ്ട്. അതാരാണ്? സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാലുകൊണ്ട് ചവിട്ടുമ്പോ, കൈ കൊണ്ട് അടിക്കുമ്പോ, നാവ് കൊണ്ട് വേദനിക്കുമ്പോ എന്റെ ഈ കവളിലേക്ക് മുത്തം തന്ന ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും വലിയ മഹബത്തായിരുന്നു ബിലാൽ തങ്ങൾ. കാരണം ബിലാൽ തങ്ങള് ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകൾ എടുത്തു പറയുന്ന രൂപത്തിലുള്ള വലിയ ഒരു ഡ്യൂട്ടി അഭിമാനങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. പള്ളിയിൽ വരുന്നതിന്റെ പ്രശ്നം, ആ പള്ളിയിൽ വരുന്ന ആളെ പിടിക്കണ്ടേ? വിളിക്കുമ്പോ ആരെ കൊണ്ട് വിളിപ്പിക്കണോ? അത് ബിലാൽ തങ്ങളെ കൊണ്ട് വിളിപ്പിക്കണോ? ബിലാൽ വിളിച്ചിട്ട് ആളുകൾ വന്നാൽ മതി. കാരണം ആ രൂപത്തിലായിരുന്നു ബിലാൽ തങ്ങൾ ആളുകൾ കണ്ടിരുന്നത്. അങ്ങനെയുള്ള ബിലാൽ തങ്ങൾക്ക് അത്ര വലിയ പവർ കൊടുത്ത നേതാവാണ് റസൂലുള്ളാഹി. ഇതിന്റെ പള്ളിയിൽ വന്നു എപ്പോഴും രണ്ടുപേരും ഒന്നിച്ച് നടക്കുന്ന പള്ളി. ബിലാൽ റളിയല്ലാഹു അൻഹു വന്നു. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ ആ പള്ളിയിൽ ഇറങ്ങുന്നില്ല. കുറെ കാത്തിരുന്നു, ഇറങ്ങുന്നില്ല. കർട്ടൻ നീക്കി നോക്കി. റസൂലുള്ളാഹി തങ്ങൾ പൊട്ടി കരയാണ്. ഭാര്യയായ ബീബി ആയിഷ റളിയല്ലാഹു അൻഹയോട് ബിലാൽ തങ്ങൾ ചോദിച്ചു, ഹബീബ് പള്ളിയിൽ വരുന്നില്ലേ? ബിലാൽ തങ്ങളോട് ആയിഷ പറയാ, ബിലാലെ ഇന്ന് രാത്രി മുഴുവൻ ഹബീബായ തങ്ങൾ ഉറങ്ങിയിട്ടില്ല, കരച്ചിലാണ്, സുജൂദാണ്, വല്ലാത്ത അത്ഭുതമാണ്. നേരം കഴിഞ്ഞ് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളെ ക്ഷണിച്ചു. യാ റസൂലല്ലാഹ്, സമയമായിട്ടുണ്ട് നബിയേ. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ കരച്ചിൽ നിർത്തുന്നില്ല. ബിലാൽ തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാ കരയുന്നത്? ബിലാലെ, ഇന്നലെ രാത്രി മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് എന്റെ മുന്നിൽ ഒരു ആയത്ത് ഓതി തന്നു. ബിലാലെ, ആയത്ത് ഓതുമ്പോ കരയാതിരിക്കാൻ പറ്റുന്നില്ല, കണ്ണീരൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ബിലാലെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയാണ്. ബിലാൽ തങ്ങൾ ചോദിച്ചു, നബിയേ, എന്തായത്താണ് നബിയേ നിങ്ങളെ ഈ രൂപത്തിൽ കരയിപ്പിച്ച ആയത്ത്? ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഞങ്ങൾക്കും ഓരോ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഓതാൻ സുന്നത്തുള്ള ആയത്തുകളാണ്. ആൽ ഇംറാൻ സൂറത്തിന്റെ അവസാനത്തെ ഭാഗത്തിലുള്ള ഒരുപാട് 10-11 ആയത്തുകൾ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. അങ്ങനെ തുടരെയായ 11 ആയത്തുകൾ ആൽ ഇംറാൻ സൂറത്തിന്റെ അവസാന ഭാഗത്തുള്ള ആയത്താണ്. അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ച് പറയുന്നത് നമ്മൾ ലോകത്തിൽ കാണുന്നത് മുഴുവനും അല്ലാഹുവിന്റെ അത്ഭുതങ്ങളാണ്, അല്ലാഹുവിന്റെ ഖുദ്റത്താണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പടക്കുന്നതിലുണ്ട് അത്ഭുത ദൃഷ്ടാന്തങ്ങളുണ്ട്. ബുദ്ധിയുള്ള ആളുകൾ ആകാശം എങ്ങനെ പടച്ചു, ഭൂമി പടച്ചു, എങ്ങനെയാണ്? അത് വലിയ അത്ഭുതമാണ്. എന്നിട്ടോ അല്ലദീന യദ്കുറൂനല്ലാഹ്, ബുദ്ധിയുള്ളവനാണ് അവർ അല്ലാഹുവിനെ ഓർക്കുകയാണ്. ഖിയാമൻ നിന്നിട്ട് ഓർക്കുകയാണ്. അവർ കിടക്കുമ്പോഴും അല്ലാഹുവിന്റെ ഓർമ്മയാണ്.
അള്ളാഹുവിന്റെ ദിക്റാണ്. നിന്നിട്ട് ദിക്റാണ്, കിടന്നിട്ട് ദിക്റാണ്. എല്ലാ രൂപത്തിലും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ആളുകൾ. ഈ ആയത്ത് എന്റെ മുന്നിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഓതി തന്നപ്പോ എന്നെ കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ബിലാലെ, ആയിഷ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയായി എന്റെ കൽബിൽ കൊണ്ടു നടക്കുന്ന ഒരു അത്ഭുതമാണത്. സുബഹി വരെ ഉറങ്ങാതെ കരഞ്ഞ നേതാവായിരുന്നു റസൂലുള്ളാഹ്. എന്ന കാരണം അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ്, അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിട്ടാണ്. അപ്പൊ ആ രൂപത്തിൽ അള്ളാഹുവിനെ പഠിക്കാനും ഓർക്കാനും നമ്മയും സഹായിക്കണം സൂറത്തുൽ ഇഖ്ലാസ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് 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 ദിവസങ്ങൾ സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു, പലതും പറഞ്ഞു. ആന്മാരായ മുഫസ്സിരീങ്ങൾ, ആന്മാരായ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കുന്ന ഇൽമായി ഉപദേശമായി അതിനെ നീ കബൂലാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, നിന്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് റജബിനെ ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞ ഉടച്ചോനെ ഇതേ സന്തോഷം. റജബ് തീരുന്നത് വരെ ശഅബാൻ വന്ന് തീരും, അതുപോലെ റമദാൻ സന്തോഷത്തോടെ വരവേൽക്കാൻ നിങ്ങൾക്ക് നീ തൗഫീഖും ആഫിയത്തും ദീർഘായുസ്സും നിന്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാഹ്. എന്തൊരു സുന്ദര മാസം! തറാവീഹും ഖുർആനും ഇഅ്തികാഫും വഅദും റബ്ബേ, രാത്രി സമയത്തുള്ള നിസ്കാരങ്ങളും പടച്ചോനെ നോമ്പ് തവയും അതിനു വേണ്ടി സഹായങ്ങളും എല്ലാം കൊണ്ട് നമ്മുടെ മനസ്സിന്റെ കുളിർമയേകുന്ന പരിശുദ്ധമായ റമദാൻ യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ്, അതിനു മുമ്പായി ഞങ്ങൾ നീ മരിപ്പിക്കല്ലേ റബ്ബേ. അതിനു മുമ്പായി പെട്ടെന്ന് അപകടങ്ങൾ തന്നു നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥ, മണ്ണിൽ വരാൻ പറ്റാത്ത ഒരു അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബേ. നീ സലാമത്ത് നൽകുമ്പോ, കാവല് നൽകുമ്പോ, ആഫിയത്ത് നൽകുമ്പോ, ആരോഗ്യം നൽകുമ്പോ, അപകടങ്ങളിൽ ഇതിന് കാവല് നൽകുമ്പോ, കഴിഞ്ഞ കൊല്ലം ചെയ്ത റമദാനിന്റെ അമലിനേക്കാൾ ഇരട്ടിയായി ഈ റമദാനിൽ നിന്നെ പൊരുത്തം പിടിക്കുന്ന ഒരുപാട് അമലുകൾ ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. പലരും പലവിധ മുറാദുകൾ പറഞ്ഞു വസിയത്തിലവരാ, എല്ലാവരുടെ ഹലാലായ മുറാദുകൾ നീ നിറവേറ്റണേ അല്ലാഹ്. പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാ ഞങ്ങളും നമ്മുടെ വീട്ടുകാരും അയൽവാസികളും നാട്ടുകാരും കുടുംബങ്ങളും അല്ലാഹ് നീ പരിപൂർണ്ണ ശിഫാ നൽകണേ അല്ലാഹ്. നമ്മുടെ സദസ്സിൽ നാട്ടിലുണ്ടാകുന്ന സമയത്ത് എപ്പോഴും ജമാഅത്തിലൊക്കെയും പങ്കെടുത്തിരുന്ന പാവപ്പെട്ട ഒരു മനുഷ്യന്റെ ഭാര്യ അല്ലാഹുവിനെ സുഖമില്ല, ഇന്ന് ഓപ്പറേഷനും അതുപോലെ മരുന്നിന് വേണ്ടി അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടർമാർ പറഞ്ഞതാ. അല്ലാഹുവിനെ നീ സലാമത്താക്കണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്, പ്രശ്നങ്ങൾ മുഴുവനും എളുപ്പത്തിൽ പരിഹരിക്കണേ അല്ലാഹ്, വേദനകൾ മുഴുവനും നീ കുറച്ചു കൊടുക്കണേ അല്ലാഹ്. നമ്മുടെ എല്ലാ ഭാര്യമാർക്കും നീ ആഫിയത്ത് നൽകല്ലാ, ആരോഗ്യം നൽകല്ലാ, ശാരീരികമായ സർവ്വ പ്രശ്നങ്ങളും അവർക്ക് നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങളും, ഇന്നലെ മരിച്ചുപോയ നമ്മുടെ യൂസുഫ് സാഹിബ്, അതുപോലെ തന്നെ പറഞ്ഞ നമ്മുടെ ആയിഷാന്റെ പേരുടെ ഉമ്മ, അങ്ങനെ ഒരുപാട് ഉമ്മമാർ, ഒരുപാട് മോമിനിയങ്ങൾ, റുക്സാനാന്റെ പേരുടെ ഒരു ഉമ്മ എടുത്ത് മരിച്ചുപോയി, അബ്ദത്ത് മരിച്ചുപോയി, ഖദീജത്ത് സഈദ എന്ന പേരുടെ ഒരു സഹോദരി മരിച്ചുപോയി, സുഹറാന്റെ പേരുള്ള രണ്ട് ഉമ്മമാർ, അതുപോലെ മുഹമ്മദിന്റെ പേരുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ അടുത്ത് മരിച്ചുപോയി. അല്ലാഹ്, അങ്ങനെ എത്ര മരണങ്ങളാണ്. അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും നൽകല്ലാ, അവരുടെ ഖബർ പിടിച്ചതാക്കല്ലാ, അവർക്ക് നീ പൊരുത്തം കൊടുക്കണേ റബ്ബേ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ ونعم النصير. صلى الله على محمد صلى